ആശയപരമായി നോക്കുമ്പോൾ PMC ഒപ്പുവെച്ചത് വലിയ തെറ്റാ. പക്ഷെ അതിനെ അത് മാത്രമായിട്ട് കാണണ്ട. ഇത് CPIയെ മൂടോടെ ഉന്മൂലനം ചെയ്യാനുള്ള CPMന്റെ വലിയൊരു ഗ്രാൻഡ് ഡിസൈൻ്റെ ഭാഗമാണ്. വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. കാരണം ഈ അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങളിൽ വീതം വെച്ച് വളരെ സന്തോഷമായിട്ട് കഴിയുകയാണല്ലോ. 4 മന്ത്രിമന്ദിരങ്ങളുണ്ടല്ലോ നമ്മുടെ മന്ത്രിമാർക്ക്. മറ്റ് അനുസാരികൾ മറ്റ് പദവികൾ ലഭിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വിഷമം വരും. പക്ഷെ അതാണ് സത്യം, യാഥാർത്ഥ്യം, വാസ്തവം. അതുതന്നെയാണ് ഏത് CPI, എന്ത് CPI എന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാർക്സ് ചോദിച്ചതിന്റെ അർത്ഥം. ശാന്തമായിട്ടിരുന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. CPI എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ 2 തട്ടിലാണെന്നും അവിടെ വിഭാഗീയതയുണ്ടെന്നും അതുമൂലം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ദുർബലനാണെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇപ്പോൾ നിങ്ങളെ തകർക്കാനുള്ള, അല്ലെങ്കിൽ നിങ്ങളെ അപമതിച്ചു പുറത്താക്കാനുള്ള, അല്ലെങ്കിൽ നിശബ്ദരാക്കാനുള്ള, അവർ പുറത്താക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല, നിങ്ങളുടെ കയ്യിൽ കുറച്ച് വോട്ടുണ്ടല്ലോ, അപമതിച്ച് അവിടെ ഒരു മൂലക്കിരുത്താനുമുള്ള ഈ CPMന്റെ അജണ്ട.